ഫോറക്സ് മാർക്കറ്റിലെ സെഷൻസിൽ പെട്ടിട്ടില്ല. ലണ്ടന്, ന്യൂയോർക്ക് തുടങ്ങിയ സെഷൻസ് വർഷത്തിൽ തന്നെ 2 സമയത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു സംഭവം ഉള്ളത് തന്നെയാണ്. ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിലുള്ള പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഡേലൈറ്റ് സേവിങ് ടൈം എന്നുള്ളത്. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ടൈമിൽ ആ ഒരു പകൽ വെളിച്ചത്തെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ മുന്നോട്ട് ക്ലോക്കിനെ അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വിൻ്റർ ടൈമിൽ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്ത 1 മണിക്കൂർ ബാക്കോട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ ഡേലൈറ്റ് സേവിങ് ടൈം എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമ്മുടെ ട്രേഡിംഗ് സെഷൻസിനെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യത്തെയാണോ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രാജ്യത്തിൻ്റെ സെഷൻസ് അവിടെ വ്യത്യാസപ്പെടും. ഇപ്പോൾ USA അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക് വ്യത്യാസപ്പെടും, UK അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ലണ്ടന് വ്യത്യാസപ്പെടും. ഈ സംഭവത്തെയാണ് നമ്മൾ ഡേലൈറ്റ് സേവിങ് ടൈം എന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോറക്സ് ഇവൻറ്റ് ഉള്ള കലണ്ടർ വാച്ച് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഫോറക്സ് സെഷൻസിൻ്റെ ക്ലോക്കുകൾ ഇപ്പോൾ ഓൺലൈൻ അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ടൈം അറിയാൻ പറ്റും. ഫോറക്സ് ഫാക്ടറിയിൽ ഇപ്പോൾ നവംബർ 2 ഇപ്പോൾ ആ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്. മാർച്ചിലും നവംബറിലാണ് ഇത് സാധാരണ ഉണ്ടാവാറ്. വിൻ്ററും സമ്മറും ചേഞ്ചസ് ഉണ്ടാവാറ്. ഈ ഒരു ഡേലൈറ്റ് സേവിങ് ടൈമിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ DST എന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.